KSRTC താൽക്കാലിക ജീവനക്കാർക്ക് തിരിച്ചടി. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതിനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. PSC അഡ്വൈസ് മെമ്മോ കിട്ടിയവരുടെ അപ്പീൽ കോടതി അംഗീകരിച്ചു. KSRTC ഒഴിവുകൾ PSC വഴി നികത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. PSC റാങ്ക് ഹോൾഡേഴ്സ് കേസിലെ വിധി KSRTCക്ക് ബാധകമാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, വിധിയുടെ വിശദാംശങ്ങൾ. KSRTCയിൽ ഒഴിവന്ന വേക്കൻസി PSC വഴി നികത്തണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നതാണ്. ആ ഉത്തരവിൽ യാതൊരു വിധത്തിലുള്ള ഒഴിവുകളും അനുവദിക്കില്ല എന്ന് ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം എംപാനലുകാർ തങ്ങളുടെ നിയമനം അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളുകയും ചെയ്തിരിക്കുന്നു. KSRTC എംപാനലുകാർക്ക് വ്യാജ പ്രതീക്ഷ നൽകുകയായിരുന്നു. അത് ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഇല്ലെങ്കിൽ PSC വഴിയുള്ള നിയമനം ഇപ്പോഴും വൈകിയേനെ എന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നു. ഏതായാലും KSRTCയിൽ ഒഴിവ് വരുന്ന നിയമനങ്ങൾ ഇനി PSC വഴി മാത്രമേ നടത്താവൂ എന്ന് ഹൈക്കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു. എംപാനലുകളുടെ സമരം ഒരു ഭാഗത്ത് തുടരുന്നു. ഇനി നിയമപരമായി അവർക്ക് തിരിച്ചു കയറാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണോ, അതോ ഗോപി, നിയമപരമായി ഇനി അവർക്ക് തിരിച്ചു കയറാൻ ഒരു സാധ്യതയുമില്ല. കാരണം PSC വഴി നിയമനം നടത്തി കഴിഞ്ഞ ശേഷമുള്ള ഒഴിവുകളിലേക്ക് തങ്ങളെ പരിഗണിക്കണം എന്നൊരാവശ്യം എംപാനലുകാർ കോടതിയുടെ മുമ്പാകെ അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ അതിന് നിയമപരമായ സാധുത ഉണ്ടാവണം എന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഇന്ന് അതിന് സാധുതയില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി PSC വഴിയുള്ള നിയമനങ്ങൾ മാത്രമേ KSRTCയിൽ നടക്കൂ. എംപാനൽ വഴിയുള്ള നിയമനം നടക്കില്ല. KSRTC ഇത്തരത്തിൽ വ്യാജ പ്രതീക്ഷ നൽകി എംപാനലുകാരെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇനി പിൻവാതിലൂടെയുള്ള ഒരു നിയമനങ്ങളും ഇനി നടക്കില്ല. അത്തരത്തിൽ തന്നെയാണ് PSC നേരത്തെ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരുന്നത്. ഇത് പിൻവാതിൽ നിയമനമാണ്, എംപാനൽ നിയമനം എന്ന രീതിയിൽ PSCയും അവരുടെ സത്യവാങ്മൂലത്തിൽ ബോധിപ്പിച്ചിരുന്നു. അത് ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ശ്രീനാഥ്, തുടരുക. ഇപ്പോൾ തിരുവനന്തപുരത്ത് എംപാനലുകാരുടെ സമരം നടക്കുകയാണ്. അവിടുന്ന് ഉമേഷ് കൂടി ചേരുന്നു. ഉമേഷ്, വിധി അവർക്കെതിരാണ്. അവരുടെ പ്രതികരണങ്ങൾ. തീർച്ചയായും വിധി അവർ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്തായാലും അവരുടെ പ്രതികരണങ്ങൾ തന്നെയാണ് പ്രധാനം. ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഹൈക്കോടതി വിധി നിങ്ങളുടെ ഹർജി തള്ളിയിരിക്കുന്നു, റാങ്ക് ഹോൾഡേഴ്സിന്റെ ഹർജി അംഗീകരിച്ചിരിക്കുന്നു, നിങ്ങളുടെ ലിസ്റ്റ്. അപ്പോൾ എന്താണ് പ്രതികരണം? നിങ്ങൾ 15 ദിവസമായി സമരം നടത്തുന്നുണ്ട്. ഇത് ഇനി എന്താണ് ഇതിനോട് മുന്നോട്ടുള്ള വഴി? ഇനി ഞങ്ങളുടെ കാര്യത്തിൽ സർക്കാരാണ് യുക്തമായ തീരുമാനം എടുക്കേണ്ടത്. കാരണം ഹൈക്കോടതി വിധി പ്രകാരം 4051 ഒഴിവിൽ നിയമിക്കണമെന്നാണ് മാനേജ്മെന്റ് പറഞ്ഞത്. പക്ഷേ ഉദ്യോഗാർത്ഥികൾ വന്നത് 1400 പേരിൽ മാത്രം. പിന്നെയും സർക്കാരിൻ്റെ കണക്കിൽ, മാനേജ്മെന്റ് കണക്കിൽ 2600 മേളിൽ സ്ഥിരമായ ഒഴിവ് കിടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് 10 മുതൽ 15 വർഷം വരെ ജോലി ചെയ്ത ജീവനക്കാർ വഴിയാധാരമായി നിൽക്കുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ ഗവൺമെന്റിനുണ്ട്. ഈ റാങ്ക് ഹോൾഡേഴ്സ് നിൽക്കുന്നുണ്ട്. റാങ്ക് ഹോൾഡേഴ്സിന്റെ ഹർജിയാണ് അംഗീകരിച്ചിരിക്കുന്നത്. അതായത് PSC ലിസ്റ്റിൽ നിന്ന് ബാക്കി ഒഴിവുകൾ നികത്തേണ്ടി വരും. അല്ല, ബാക്കി ഒഴിവുകൾ എന്ന് പറയുന്നത് ക്യാൻസലായി പോയ ഒഴിവുകൾ നികത്താൻ പോയാൽ ഈ രാജ്യത്ത് ഒരു തസ്തികയിലേക്ക്, ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കാലാകാലങ്ങളിൽ ഒരു പരീക്ഷ നടത്തിയാൽ മതിയല്ലോ. ഇത് റാങ്ക് ലിസ്റ്റ് റദ്ദായിപ്പോയ റാങ്ക് ലിസ്റ്റാണ്. ആ അഡ്വൈസ് ചെയ്ത 4050 പേർക്കുമാണ് നിയമന ഉത്തരവ് കൊടുത്തത്. അതിൽ 1400 പേരാണ് വന്നത്. പിന്നെ കിടക്കുവാണ് 2650 വേക്കൻസി. ഞങ്ങളാരും വന്നത് പിൻവാതിലല്ല, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ സർക്കാർ സംവിധാനത്തിലൂടെയാണ് വന്നത്. സർക്കാർ അങ്ങനെയാണെങ്കിൽ ഇവിടെ കേരളത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വേണ്ട. കാലാകാലങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി ചെയ്തവർ ഈ പ്രസ്ഥാനത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ പിരിച്ചുകൊണ്ട് അവസ്ഥ ഉണ്ടാവുമല്ലോ കണക്കിൽ. കേരളത്തിൽ KSRTCയിൽ മാത്രമല്ല താൽക്കാലിക നിയമനം ഉള്ളത്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും താൽക്കാലിക നിയമനക്കാരെ എടുക്കുന്നുണ്ട്. എന്നാൽ KSRTCക്ക് മാത്രം ഇത്ര പ്രത്യേകത എന്താണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. കാര്യം 2861 പേരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട് ഇത് വലിയൊരു സാമൂഹ്യ പ്രശ്നമാണ്. ഈ സാമൂഹ്യ പ്രശ്നം നികത്താൻ ഇവിടുത്തെ ഗവൺമെൻറ് ഭരണ സംവിധാനത്തെ കരുത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിക്ക് പറ്റാത്ത സാഹചര്യത്തിൽ ഇവിടുത്തെ നിയമനിർമ്മാണ സഭ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് പ്രത്യേകം നിയമനിർമ്മാണം നടത്തണമെന്ന് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം ഈ 3861 വരുന്ന 15 ദിവസമായി ഈ സെക്രട്ടേറിയറ്റ് നടയിൽ സമരത്തിലാണ്. അന്നേരം അവരുടെ ആ ഒരു പ്രശ്നം ഏറ്റെടുക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. കാര്യം ഇവിടുത്തെ ഗവൺമെൻറ്റിന് അതിനുള്ള ബാധ്യതയുണ്ട്. കാര്യം ഇവിടുത്തെ ഞങ്ങളാരും ഓടുപൊളിച്ചിറങ്ങി വന്നവരൊന്നുമല്ല. ഞങ്ങളിവിടുത്തെ PSC കഴിഞ്ഞാൽ രണ്ടാമത്തെ റിക്രൂട്ടിംഗ് സ്ഥാപനമായ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി വന്നവരാണ്. അന്നേരം അങ്ങനെയുള്ള ഞങ്ങളെ സംരക്ഷിക്കേണ്ട ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ്, ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. സ്വാഭാവികമായ ഒരു സർക്കാർ തീരുമാനം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. കൂടുതൽ പ്രതികരണത്തിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങൾ 15 ദിവസമായി സമരം നടത്തുന്നുണ്ട്. ഇപ്പോൾ കോടതി വിധി വന്ന് അറിഞ്ഞിരുന്നോ? കോടതി വിധി വന്ന് അറിഞ്ഞോ?
കോടതി എന്നതാണ് അറിഞ്ഞത്. നിങ്ങളുടെ ആവശ്യങ്ങൾ തള്ളിയിരിക്കുന്നു. ഈ PSC പാനലിൽ നിന്ന് നിയമനം നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ ഇനിയിപ്പം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കുക എന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി വിചാരിച്ചാൽ മാത്രമേ എന്തും ചെയ്യാൻ പറ്റൂ. സർക്കാരിൽ അനുകൂല തീരുമാനം ഉണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ തിരിച്ചെടുക്കുന്നുള്ള പ്രതീക്ഷയാണ്. എന്താണ് പറയാനുള്ളത്? ഈ കോടതിയിൽ നിന്ന് തീരുമാനം ഉണ്ടായില്ല, സർക്കാരിൽ നിന്ന് തീരുമാനം ഉണ്ടാവുമെന്നാണോ? തീർച്ചയായിട്ടും ഉണ്ടാവും സർക്കാരിൽ നിന്ന്. നിങ്ങൾ 15 ദിവസമായി സമരം നടത്തുന്നു. ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനമോ അല്ലെങ്കിൽ അനുകൂല സമീപനമോ ഉണ്ടായില്ല. ഇനി എന്താണ് പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷയുണ്ട് സർക്കാർ തിരിച്ചെടുക്കുമെന്ന്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇത്രയും ഒന്നുമില്ലാതെ നമ്മളെ പുറത്താക്കും. സർക്കാർ 15 ദിവസമായില്ല നിങ്ങൾ സമരം നടത്തുന്നത്. അതിന് ഗവൺമെന്റ് വിചാരിച്ച് നടക്കാതെ എന്തിനുണ്ട്? എവിടെയെല്ലാം ഇത്രയും 4.5 വർഷമായിട്ട് സ്ഥിരപ്പെടുത്തില്ല. ഇപ്പം നമ്മളെ വെറും ശബ്ദൂട്ടയിലിട്ടിരിക്കണ കോടതിക്കും മനസ്സാക്ഷി അനുസരിച്ചെന്തെങ്കിലും ചെയ്യാനുള്ളത് ചെയ്യാം. എവിടെയെല്ലാം എന്തെല്ലാം ചെയ്യേണ്ടതേ ഉള്ളൂ. 9 കഴിഞ്ഞ് 10ാമത്തെ വർഷം, 9 വർഷം കഴിഞ്ഞു. നമ്മൾ ആരും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും വരുമെന്ന് എല്ലാ സർക്കാർ വരുമ്പോഴും സ്ഥിരാക്കുമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങറ്റം പ്രതീക്ഷിച്ചു വരും. ഒരിക്കലും പിടിച്ചു വിചാരിച്ചില്ല. സർക്കാരിൽ പ്രതീക്ഷയുണ്ടോ? സർക്കാരിൽ ഇത്രയും നാൾ പ്രതീക്ഷ തന്നെയായിരുന്നു. ഇനി സർക്കാർ വിചാരിച്ചാൽ ചെയ്യേണ്ടതേ ഉള്ളൂ. എല്ലാവരും അനുകൂലമായിട്ടില്ല നിൽക്കുന്നത്. ഇപ്പോൾ സർക്കാരും കൂടി അനുകൂലമാക്കിയാൽ മതി. എല്ലാ പാർട്ടിക്കാരും എല്ലാ സംഘടനകളും സർക്കാരും കൂടി വിചാരിച്ചാൽ എന്ത് നടക്കാൻ പറ്റുന്ന കാര്യമുണ്ട്, നടക്കാൻ പറ്റുന്ന. 10 വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ മറ്റൊരു ജോലിക്ക് പോകാനോ അതിനുള്ള ആരോഗ്യം പോലും നമുക്കില്ല. മൊത്തം അസുഖമായി. അപ്പോൾ ഇനിയും നമ്മളെ ഈ ഒരു അവസ്ഥ, ഇത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്താണെന്നുള്ളത് നമ്മുടെ മുന്നിൽ ഒരു മാർഗവുമില്ല. മറ്റെന്തെങ്കിലും ജീവിത ജോലികൾ എന്തെങ്കിലും അറിയാമോ? മറ്റെന്തെങ്കിലും ജീവിത മാർഗമുണ്ടോ? മറ്റൊരു മാർഗവും ഈ 10 വർഷം കൊണ്ട് ഇതിൻ്റെ പുറകെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നിനും പോയിട്ടില്ല. സർക്കാരിനോട് എന്താണ് സർക്കാരിനോട് എന്താണ് പറയുന്നത്? നമ്മളെ പിരിച്ചുവിട്ട് എല്ലാവരെയും എടുത്ത് സ്ഥിരപ്പെടുത്തണം. അല്ലെങ്കിൽ ഇനി ഈ സംവിധാനം എന്തിന് കുറച്ച് ദിവസം എടുത്തിട്ട് അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ നമ്മളെ പിരിച്ചുവിടാളായിരുന്നു. 6 മാസമായിട്ട് നമ്മളെപ്പോഴും ഓരോ ദിവസവും വിചാരിക്കും നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വിചാരിക്കും നമ്മളെ സ്ഥിരമാക്കുമല്ലോ, അടുത്ത സർക്കാർ വരുമ്പോൾ നമ്മൾ വിചാരിക്കും അടുത്ത് സ്ഥിരമാക്കുമല്ലോ എന്ന് വിചാരിച്ച് ഇത്രത്തോളം പ്രതീക്ഷയുടെ അങ്ങേ അറ്റം എത്തി. അവസാനം ഈ സമയം ഇപ്പം നമ്മളെ ഇറക്കി വിട്ടപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇത്. ഞങ്ങളുടെ ആരോഗ്യം മൊത്തം പോയി. ആനുകൂല്യമല്ല, ആരോഗ്യം, ഞങ്ങളെ ആരോഗ്യം നല്ല സമയം മൊത്തവും ഇതിനകത്ത് പോയില്ലേ സാർ. ഇനി നമ്മളെ എന്ത് ആവശ്യത്തിന് വേണ്ടി നമുക്ക് മറ്റൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മളെ മക്കളെ വളർത്തണ്ടേ. രമേശാണ് അവരുടെ പ്രതികരണങ്ങൾ. ശ്രീനാഥ് കൂടി ഘട്ടത്തിൽ നമ്മളോട് കൂടി. ശ്രീനാഥ്, ഇപ്പോൾ ഇവരെന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വർഷം മാറി വന്ന സർക്കാരുകൾ സ്ഥിരപ്പെടുത്തും എന്ന് പറഞ്ഞിരുന്നു. ആ പ്രതീക്ഷയിലാണ് പോയതെന്നൊക്കെ. ഇന്ന് കോടതിയിൽ കൃത്യമായ ഒരു പരാമർശം നടത്തിയെന്ന് തോന്നുന്നു അല്ലേ? കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നഷ്ടപരിഹാരം കൂടാതെയാണ് പിരിച്ചുവിട്ടത് എന്ന എംപാനലുകാർക്ക് ആക്ഷേപമുണ്ടെങ്കിൽ അവർക്ക് വ്യാവസായിക തർക്കപരിഹാര കോടതിയോ ലേബർ കോടതിയോ സമീപിക്കാം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ കോടതിയുടെ നിർദ്ദേശമല്ല, പക്ഷെ അവർക്ക് അത്തരം ആവശ്യമുണ്ടെങ്കിൽ, അവർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അവർക്ക് ഇത്തരം കോടതികളെ സമീപിക്കാം എന്നൊരു നിർദ്ദേശം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. പക്ഷേ വിധിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നൊരു സൂചനയാണ് ഇന്നത്തെ വിധിയിലുള്ളത്. അതായത് നേരത്തെ ഇടക്കാല വിധിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ PSC വഴി മാത്രമേ നിയമനം നടത്താവൂ, മറിച്ചുള്ള ഒരു നിയമനങ്ങളും അംഗീകരിക്കില്ല എന്ന് ഹൈക്കോടതി വളരെ വ്യക്തമായി. ഇവര് പറയുന്ന പ്രധാന ഒരു വാദം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴിയാണ് വന്നത്, പിൻവാതിൽ വഴിയല്ല എന്ന് അവർ പറയുന്നു. ആ ഒരു വാദത്തെ കോടതി എങ്ങനെയാണ് വിശദീകരിച്ചത്?
അത്തരം നിരവധി വാദങ്ങൾ കോടതിയുടെ പരിഗണനയ്ക്ക് മുമ്പിൽ വന്നിരുന്നു. നിരവധി പ്രാവശ്യം ഇതിന്റെ വാദം കേട്ട സമയങ്ങളിലൊക്കെ തന്നെ അത്തരം ആവശ്യങ്ങളും അത്തരം ആശയങ്ങളും ഒക്കെ അവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അതൊന്നും തന്നെ കോടതി അംഗീകരിച്ചിട്ടില്ല. കോടതി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു, KSRTCയുടെ നിയമമനുസരിച്ച്, KSRTC സർക്കാർ സ്ഥാപനമാണ്, KSRTCയുടെ നിയമമനുസരിച്ച് നിയമന കാര്യങ്ങൾ PSCക്ക് വിട്ടുകൊണ്ട് നേരത്തെ തന്നെ ഉത്തരവിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് മാത്രമേ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് KSRTCയിലെ എല്ലാ നിയമനങ്ങളും ഇനി മുതൽ PSC വഴി തന്നെ വേണം, അതല്ലാതെ മറിച്ചുള്ള ഒരു നിയമനങ്ങളും കോടതി അംഗീകരിക്കില്ല എന്ന് വളരെ വ്യക്തമായി ഉമേഷ് ചോദിച്ച ചിലർ പ്രതികരിച്ച പോലെ PSC വഴി മുഴുവൻ പോസ്റ്റുകളിലേക്കും ആൾക്കാർ വന്നിട്ടില്ല, അതുകൊണ്ട് ബാക്കി സ്ഥലത്ത് റിക്രൂട്ട് ചെയ്തൂടെ എന്ന വാദങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതൊന്നും നടക്കില്ല എന്നർത്ഥം അല്ലെ കോടതി ഇതനുസരിച്ച്? തീർച്ചയായിട്ടും അത്തരം വാദങ്ങൾ നേരത്തെ തന്നെ അവർ ഒരു അപേക്ഷയായി തന്നെ കോടതിയുടെ മുമ്പാകെ വെച്ചിരുന്നു. കാരണം PSC വഴി മുഴുവൻ ആളുകളെയും നിയമിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന ശേഷിക്കുന്ന ഒഴിവുകൾ തങ്ങളെ പരിഗണിക്കണം എന്നൊരു ആവശ്യവും അവർ കോടതിയുടെ മുമ്പാകെ ഹർജിയായി തന്നെ അവതരിപ്പിച്ചിരുന്നു. അതൊന്നും തന്നെ കോടതി അംഗീകരിച്ചില്ല. മാത്രമല്ല, ദിവസവേതന അടിസ്ഥാനത്തിലാണ് ഇവരെ നിയമിച്ചിരിക്കുന്നത്. 10 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 480 രൂപയാണ് ദിവസവേതനം നൽകിയിരുന്നത്. ഇത് തൊഴിൽ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന രീതിയിലുള്ള വാദങ്ങളും എംപാനലുകാർ കോടതിയുടെ മുമ്പാകെ പറഞ്ഞിരുന്നു. പക്ഷെ അതും കോടതി അംഗീകരിച്ചിട്ടില്ല. കാരണം എംപാനൽ നിയമനങ്ങൾ KSRTCയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് അതൊന്നും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഇന്ന് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ശ്രീനാഥ് തുടരുക. ഇപ്പോൾ ഉമേഷിലേക്ക്. ഉമേഷ്, വളരെ നിരാശയിൽ തന്നെയാണ് അവരുടെ ദൃശ്യങ്ങൾ കാണുമ്പോഴും എത്രമാത്രം ഓരോരുത്തരുടെ മുഖം കാണുമ്പോഴും നിരാശ വ്യക്തവുമാവുന്നു. ഇനി അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്? അവരുടെ പ്രതീക്ഷകൾ വളരെ വൈകാരികമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവർ കൂടുതൽ സർക്കാരിൽ നിന്നുള്ളൊരു നയപരമായ തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോരുത്തരും ഉള്ളത്. അവരുടെ ഒരു പ്രതീക്ഷ ഇനി സർക്കാരിൽ നിന്ന് നയപരമായ തീരുമാനം ഉണ്ടാകുമെന്നുള്ളത്. എന്തായാലും അവരുടെ പ്രതികരണത്തിലേക്ക് നീങ്ങാം. കോടതി വിധി അറിഞ്ഞിരുന്നോ? ചെയ്തത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അറിയാനുള്ളൂ. കോടതിയോട് ഞങ്ങൾ എന്ത് തെറ്റായി ഞങ്ങൾക്ക് ചെയ്തത് മാത്രമേ ഉള്ളൂ അറിയാത്തത്. ഞങ്ങൾക്ക് ഒരേ ഒരു പ്രതീക്ഷയിൽ ഞങ്ങളുടെ സർക്കാർ മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ ജീവിതവും പോയി. കാരണം ഈ 15 ദിവസമായിട്ട് ഇവിടെ വന്ന് കിടക്കുന്നതാണ്. ഇത്രയും വർഷം എന്താ പറയുക, KSRTCക്ക് വേണ്ടി മാത്രം ജീവിച്ചവരാണ് ഞങ്ങൾ. എന്താ പറയേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ തെറ്റിയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അവിടെ തിരുവനന്തപുരത്ത് എംപാനലുകാരുടെ സമരവേദിയാണ്. പക്ഷേ കോടതി ഇന്ന് പറഞ്ഞിട്ടുള്ളത് അവരെ തിരിച്ചെടുക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. വളരെ സങ്കടകരമാണ് സമരവേദിയിൽ നിന്നുള്ള പ്രതികരണങ്ങളും കാഴ്ചകളും. ഇപ്പോൾ